ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഇവൾ പറയുന്നതൊന്നും കേൾക്കല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ആര് പറയേണ്ടതാണ്, ഞാൻ കേട്ട് ജീവിക്കേണ്ടതൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ അനാമിക പറയും, മുത്തശ്ശിയുടെ മറ്റ് 2 കൊച്ചുമക്കളെ ഭാര്യമാരെ കണക്കല്ല ഞാൻ ഉള്ളിൽ ഒതുക്കി ഇവിടെ സഹിച്ച് ക്ഷമിച്ചൊക്കെ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദർശനെയാണ്. ആദർശൻ നയനയും കൂടെ നമ്മൾ ഗോവിന്ദൻ്റെയും കനകയെടുത്തും ചെന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഈ ഓണത്തിന് എനിക്ക് നന്ദുവിനാണെങ്കിൽ ഒരു വില്ല മേടിച്ച് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അതിനെക്കുറിച്ച് ഞാനാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അതിനുശേഷം നമ്മൾ നയനയാണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ നന്ദു ആണെങ്കിൽ പറയുന്ന മറുപടി അങ്ങോട്ട് നമ്മൾ നയനയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. അപ്പം നയനയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കള്ളം പറയത്തില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞ മറുപടി ഞാൻ അങ്ങോട്ട് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുവാണേ. അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മളെ നന്ദു ഒരു ഞെട്ടലോടെയൊക്കെയാണ് നമ്മളെ നന്ദു അത് കേൾക്കുന്നത് കേട്ടോ. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഇതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നമാകുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.